dear students, welcome back to Xylem Learning. മക്കളെ ഇന്ന് നമ്മുടെ ഡെവലപ്മെന്റ് എന്ന ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് ആണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഒരേ രീതിയിലല്ല ഡെവലപ്മെന്റ് ലഭ്യമാകുക അല്ലെ. സോ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് കൂടുതൽ സാലറിയിൽ ഒരു ഹൈക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഡെവലപ്മെന്റ് ആണ്. സോ ആ ഒരു കമ്പനിയിലെ ബോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഡെവലപ്മെന്റ് എന്താ, കുറഞ്ഞ പൈസക്ക് നമ്മൾ പണിയെടുക്കുകയാണ് അല്ലെ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇവിടെയും മക്കളെ. ഓരോ വ്യക്തികളെ ഡെവലപ്മെന്റ് എന്തായിരിക്കും, എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ മിസ്സിന്റെ ഡെവലപ്മെന്റ് അല്ല എന്റെ മക്കളെ ഡെവലപ്മെന്റ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന നമ്മുടെ ടോപ്പിക്സ് ആണ്. ആദ്യം നമ്മൾ വാട്ട് ഈസ് ഡെവലപ്മെന്റ് എന്ന് നോക്കും. ദെൻ ഇൻകം ആൻഡ് അതർ ഗോൾസ്, നാഷണൽ ഡെവലപ്മെന്റ്, ഹൗ കാൻ വി കമ്പയർ ഡെവലപ്മെന്റ് അമംഗ്സ് ദ ഡിഫറെന്റ് കൺട്രീസ് എന്ന് പറയുന്ന ഇത്തരം ടോപ്പിക്സുകളാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും കവർ ചെയ്യുന്നതും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതും ഈ 4 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചിടാ, നമ്മുടെ ബാംഗ്ലൂരിന്റെ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഈ ചിത്രം കാണുന്ന സമയത്ത് തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം പോലെയൊക്കെ തോന്നുന്നുണ്ട് അല്ലെ. ഒബ്വിയസ്ലി അതിന്റെ ഇയർ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു പിക്ചർ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാം. ഇത് എപ്പോഴാണ് ഉള്ളത്, വർഷം നോക്കുക. ദെൻ 2023 ആയ സമയത്ത് ബാംഗ്ലൂരിന്റെ ഒരു കറന്റ് പിക്ചറാണ് ഇവിടെ കാണുന്നത്. സോ എത്രത്തോളം ഡെവലപ്മെന്റ് അവിടെ തന്നെ ആയി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ബോംബെനെ നോക്കുകയാണ്, ബോംബെന്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണുന്നത്. ദെൻ നമ്മൾ 2023 ആയ സമയത്ത് മുംബൈക്ക് വന്ന മാറ്റങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ. സോ ഡെവലപ്മെന്റ് എന്നുള്ള ചാപ്റ്ററിലേക്ക് നമ്മളെ എല്ലാരെയും മിസ് വാം വെൽക്കം ചെയ്യാണ്. അപ്പൊ എങ്ങനെയാ നമുക്ക് ചാപ്റ്റർ തുടങ്ങല്ലേ. സോ ഡെവലപ്മെന്റ് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങളെ മനസ്സിലേക്ക് ഓടി വരണം. സോ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു നാഷന്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഒക്കെ ഗ്രോത്ത്, അച്ചീവ്മെന്റ്, പ്രോഗ്രസ്, ഇംപ്രൂവ്മെന്റ്, എവല്യൂഷൻ, ഇതൊക്കെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ഒന്നില്ലെങ്കിൽ ഒന്നില്ല എന്ന് പറയും. അതായത് ഗ്രോത്തും അച്ചീവ്മെന്റും ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, നമുക്ക് അവിടെ എന്തുണ്ടായിരിക്കണം, പ്രോഗ്രസ് വേണം, ഇംപ്രൂവ്മെന്റ് വേണം, എവല്യൂഷൻ വേണം. സോ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ, ഡെവലപ്മെന്റ് ആവുകയുള്ളൂ. അപ്പൊ ഇപ്പൊ തന്നെ എന്താണ് ഡെവലപ്മെന്റ് എന്ന കാര്യം എന്റെ മക്കൾ പഠിച്ചു കഴിഞ്ഞല്ലേ. ഇനി ഇവിടെ ശ്രദ്ധിച്ച് പെർസ്പെക്റ്റീവ്സ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് മിസ് തുടക്കത്തിലേ പറഞ്ഞു. അതായത് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ക്യാൻ ഹാവ് ഡിഫറെന്റ് ഡെവലപ്മെന്റ് ഗോൾസ്. ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ രീതിയിലായിരിക്കും അവരെ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ടാവുക. അത് പറയുന്ന സമയത്ത് നേരത്തെ കമ്പനിയിലെ ബോസിന്റെ കാര്യം, എംപ്ലോയിയുടെ കാര്യം പറഞ്ഞല്ലേ, അതൊന്ന് എന്റെ മക്കളെ ഓർത്താൽ മതി കേട്ടോ. ഇനി ഇവിടെ നോക്കിക്കേ മക്കളെ, വൺ മേ ബി ഡെവലപ്മെന്റ് ഫോർ, വൺ മേ നോട്ട് ബി ഡെവലപ്മെന്റ് ഫോർ ദ അതർ. എന്റെ ഡെവലപ്മെന്റ് ആയിരിക്കില്ല എന്റെ മക്കളുടെ ഡെവലപ്മെന്റ്. അപ്പൊ ഓരോ ആളുകളിൽ എന്താ ഡെവലപ്മെന്റ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ദെൻ അതേപോലെ തന്നെ നോക്കിക്കേ, ഡെവലപ്മെന്റ് മേ ബി മിക്സ് ഓഫ് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ ഗോൾസ്. നമ്മള് ഒരുപാട് മെറ്റീരിയൽ ഗോൾസ് ഉണ്ടാവും, നമുക്ക് ചിലത് നോൺ മെറ്റീരിയൽ ഗോൾസ് ഉണ്ടായിരിക്കും. സോ ഇതിന്റെയൊക്കെ ഒരു മിക്സ് ആയിരിക്കും എന്ത് എന്ന് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ഡെവലപ്മെന്റ് ഗോൾസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, എക്കണോമിക് ഡെവലപ്മെന്റ് മാത്രം പോരാ. അവിടെ എന്ത് കൂടുതൽ വേണം, ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്, നല്ല നിലവാരമുള്ള ഒരു ലൈഫ് നമുക്ക് വേണം അല്ലെ. ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താ അവിടെ ഡെവലപ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി നമ്മുടെ നാഷണൽ ഡെവലപ്മെന്റിലേക്ക് വരുന്ന സമയത്തെ if the idea of development differ from person to person, what should be the idea of development for nation? നമ്മൾ പറഞ്ഞു ഓരോ വ്യക്തികളുടെ ഡെവലപ്മെന്റ് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ ഈ ഒരു ഇൻഡിവിജ്വൽസ് ഒക്കെ കൂടുന്നതാണ് നമ്മുടെ നാഷൻ എന്ന് പറയുന്നത്. അപ്പൊ നാഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവിടെ വരുന്നത്, ഇവിടെ നമുക്ക് കാണാം. മോർ ഇൻകം ഫോർ എവ്രി വൺ. നമ്മൾ ഓരോ പെർട്ടിക്കുലർ പേഴ്സണും കൂടുതൽ ഇൻകം ലഭിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മുടെ കൺട്രി എന്ത് ചെയ്യും, ഡെവലപ്പ് ആവും. അറ്റ് ദ സെയിം ടൈം ഇക്വാലിറ്റി ഫോർ ഓൾ, എല്ലാവർക്കും എന്താണ് ഒരു ഇക്വാലിറ്റി ഉണ്ടായിരിക്കണം. അറ്റ് ദ സെയിം ടൈം ക്ലീൻ ആയിട്ടുള്ള ഒരു കൺട്രി ആകണം. ദെൻ ടെക്നോളജിക്കലി നമ്മൾ അഡ്വാൻസ് ആവണം. ആൻഡ് നമ്മളെ ഹെൽത്തി എൻവയോൺമെന്റ് ആയിരിക്കും നമ്മുടെ ചുറ്റുപാടുള്ളത്. നമ്മുടെ കൺട്രിയിൽ ഒരുപാട് പോപ്പുലേഷൻ, നമ്മളെ പോപ്പുലേഷനിൽ ഒരു ഭാഗത്തോളം ആളുകൾ തീരെ ഹെൽത്ത് ഓക്കെ അല്ലാതെ ഒരുപാട് സഫർ ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ സോ നമ്മളെ കൺട്രിയിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാവുമോ? ഒബ്വിയസ്ലി ഉണ്ടാവില്ല. കാരണം 1% എന്ന് പറയുന്നത് 1% തന്നെയാണ്. അവിടെ ഒരു ഭാഗം എന്ന് പറയുന്നത്, ഒരു പാർട്ട് എന്ന് പറയുന്നത് ഒരു പാർട്ട് തന്നെയാണ് അല്ലെ. അതേപോലെ തന്നെ ബെറ്റർ എഡ്യൂക്കേഷൻ വേണം. നമുക്ക് നല്ലൊരു തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൺട്രിയിൽ എന്തുണ്ടാവുള്ളൂ, നാഷൻ ഡെവലപ്പ് ആയിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. ആൻഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്തു കൊടുക്കണം. ഒരു
അസുഖം വരുന്ന സമയത്ത് നമുക്ക് പണ്ടൊക്കെ ഈ പാമ്പ് കടി ഏറ്റിട്ടുണ്ടെങ്കിൽ ആളുകൾ മരിക്കാനോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അതിനുള്ള ശുശ്രൂഷകളൊന്നും കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് ഒന്നും നമുക്കില്ലായിരുന്നു. ഒരുപാട് പേര് പ്രസവത്തിന്റെ സമയത്ത് ഡെലിവറി സമയത്ത് ഒരുപാട് സ്ത്രീകൾ മരിക്കായിരുന്നു, കുഞ്ഞുങ്ങൾ മരിക്കായിരുന്നു. പക്ഷേ ഡേ ബൈ ഡേ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് ഇതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചു. സോ ഈ പറഞ്ഞ ലിസ്റ്റ് ഔട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുകയുള്ളൂ മക്കളെ? എന്തുണ്ടാവുകയുള്ളൂ? ബേസിക്കലി നമ്മുടെ നാഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇവിടെ ശ്രദ്ധിച്ച് എന്താണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്? So national income is a total income of all the residents of the country. Residents of the country means നമ്മുടെ കൺട്രിയിലെ ജീവിക്കുന്ന ആളുകളുടെ ടോട്ടൽ ഇൻകത്തെയാണ് നമ്മുടെ നാഷണൽ ഇൻകം എന്ന് നമ്മൾ പറയുന്നത്. സോ നമ്മളിപ്പം നാഷണൽ ഇൻകം കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഡ്രോബാക്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് എ യൂസ്ഫുൾ മെഷർ ആസ് ഡിഫറെന്റ് കൺട്രീസ് ഹാവ് എ ഡിഫറെന്റ് പോപ്പുലേഷൻ ആൻഡ് കമ്പയറിംഗ് ടോട്ടൽ ഇൻകം വിൽ നോട്ട് സ്റ്റേറ്റ് ദ ആവറേജ് എമൗണ്ട് ഏൺ ബൈ എ പേഴ്സൺ. നമ്മൾ രണ്ട് കൺട്രിയിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ കൺട്രിയിലെ പോപ്പുലേഷൻ ഡിഫറെന്റ് ആയിരിക്കും, അവിടുത്തെ ഇൻകം ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ ടോട്ടൽ ഇൻകം ഡിഫറെന്റ് ആയിരിക്കും. സോ ടോട്ടൽ ഇൻകം വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇൻകം വെച്ചിട്ട് നാഷണൽ ഇൻകം വെച്ചിട്ട് നമ്മൾ കൺട്രീനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താ അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള മെഷേഴ്സ് ആവില്ല പലപ്പോഴും. അതേപോലെ തന്നെ ദ വെൽനെസ് ഓഫ് പീപ്പിൾ ഓൾസോ ഡിപ്പെൻഡ് ഓൺ ദ പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി. ആളുകളുടെ നമ്മൾ ആ വെൽനെസ്സും കാര്യങ്ങളും ആ കൺട്രിയിലെ പോപ്പുലേഷന് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ പല കൺട്രികളിലും പല രീതിയിലുള്ള പോപ്പുലേഷൻ ആയിരിക്കും. അപ്പൊ അവർ ഏൺ ചെയ്യുന്ന പല രീതികളിലായിരിക്കും. സോ നാഷണൽ ഇൻകം വെച്ചിട്ട് ഒരു കൺട്രിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. Then ഇവിടെ നമുക്ക് നോക്കിയേ. So what is the alternative to national income? A country with a higher average income is well off than the other. The average income is also called the per capita income. ഈ ഒരു ആവറേജ് ഇൻകത്തിനെയാണ് നമ്മൾ per capita income എന്ന് പറയുന്നത്. So per capita income നമുക്ക് എങ്ങനെയാണ് ലഭ്യമാകുക? The total income of the country. നമ്മുടെ കൺട്രിയിലെ ടോട്ടൽ ഇൻകത്തിനെ നമ്മൾ എന്തുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ by its population. കൺട്രിയുടെ ടോട്ടൽ ഇൻകത്തിനെ ആ കൺട്രിയിലെ പോപ്പുലേഷനുമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം ലഭിക്കുന്നത്. അപ്പം ഇവിടെ നോക്കിക്കേ, ആവറേജ് ഇൻകം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തുള്ള ഡ്രോബാക്ക് എന്താന്ന് വെച്ചാൽ വൈ ആവറേജ് ഇൻകം ഈസ് യൂസ്ഫുൾ ഫോർ കമ്പാരിസൺ. ഇറ്റ് ഡസ് നോട്ട് ടെൽ us how this income is distributed among people and it had disparities. എന്താ മക്കളെ ഇവിടെ പറയുന്നത്? നമ്മൾ പറഞ്ഞു ആവറേജ് ഇൻകം നമുക്ക് കമ്പാരിസന് യൂസ്ഫുൾ ആണ്. ബട്ട് എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ടെൽ us how this income is distributed among the people. ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് എന്ന കാര്യത്തിനെ കുറിച്ച് കൃത്യമായിട്ട് പറയില്ല. സോ അവിടെ എന്താണ്? ഒരുപാട് ഡിസ്പാരിറ്റീസ് ഹൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്കിക്കേ, ഇനി അതർ ആട്രിബ്യൂട്ട്സ് ഓഫ് ദ ഡെവലപ്മെന്റ് ആണ് കാണുന്നത്. സോ ഇവിടെ മിസ് 3 സ്റ്റേറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഹരിയാന, ദെൻ കേരള ആൻഡ് ബീഹാർ. സോ ഇവരെ ഇത് നോക്കുക, നിങ്ങൾ കൃത്യമായിട്ട് ഇവരെ ഡെവലപ്മെന്റ് ഒക്കെ നോക്കുക. സോ നമ്മുടെ ഒരു നല്ലൊരു ഡെവലപ്മെന്റ് ഉള്ള എവിടെയാണ്? ഹരിയാനയിലെ കാണുന്നത്. ആൻഡ് ദെൻ ഓറഞ്ച് നമ്മൾ കേരള ആണ്, ദെൻ യെല്ലോ ബീഹാർ. സോ ഈ ഒരു ഇത് കൃത്യമായിട്ട് എന്റെ മക്കൾ ശ്രദ്ധിക്കുക, ഫോക്കസ് ചെയ്യുക. അപ്പം മിസ് അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. ഔട്ട് ഓഫ് 3 ഇവിടെ നമ്മൾ കണ്ട 3 പേര് ആരൊക്കെയാണ്? ഹരിയാന, കേരള ആൻഡ് ബീഹാർ. സോ ഹരിയാനയിലാണ് എന്തുള്ളത്? ഹയസ്റ്റ് ആയിട്ടുള്ള പെർ ക്യാപിറ്റ ഇൻകം ലഭിക്കുന്നത്. സോ മറ്റുള്ളവരെക്കാളും കൂടുതൽ എന്താണ് ഡെവലപ്പ് ആയിട്ടുള്ള ആരാണ്? ഒബ്വിയസ്ലി ഹരിയാന ആയിരിക്കും. അത് ബീഹാർ ഹാസ് ലോവസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം. ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം കുറവുള്ള നമ്മുടെ ബീഹാറിലാണ് അല്ലെ. സോ അവിടുത്തെ ഡെവലപ്മെന്റ് എന്തായിരിക്കും? ലീസ്റ്റ് ഡെവലപ്മെന്റ് ആയിരിക്കും നമുക്ക് അവിടെ കാണാൻ സാധിക്കാം. ബട്ട് പെർ ക്യാപിറ്റൽ ഇൻകം ഈസ് നോട്ട് എ ഗ്രേറ്റ് ഇൻഡിക്കേറ്റർ. പക്ഷേ നമ്മളൊരു പെർ ക്യാപിറ്റൽ ഇൻകത്തിനെ ഒരു വലിയൊരു ഇൻഡിക്കേറ്റർ ആയിട്ടൊന്നും പറയുന്നില്ല, വലിയൊരു ഗ്രേറ്റ് ഇൻഡിക്കേറ്റർ ആയിട്ടൊന്നും പറയുന്നില്ല. For development as it does not say anything about the distribution of income or quality of life. So ഇവിടെ ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ കുറിച്ചും കാര്യങ്ങളൊന്നും പറയുന്നില്ലേ. അപ്പൊ നമുക്ക് അടുത്തൊരു ഗ്രാഫിലേക്ക് നമുക്ക് പോകാം. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് നമ്മള് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, നമ്മൾ ശിശുമരണ നിരക്ക് എന്ന് പറഞ്ഞത് അതാണ് കേട്ടോ മക്കളെ. അതായത് ഒരു വർഷം 1000 കുട്ടികൾ ജനിക്കുന്ന സമയത്ത് എത്ര കുട്ടികൾ അവിടെ എന്താ മരണപ്പെടുന്നു എന്ന് നമ്മൾ നോക്കും. അതാണ് ശിശുമരണ നിരക്ക്. ദെൻ നമ്മൾ ലിറ്ററസി റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നോക്കി, ഇറ്റ് മെഷർ ദ പ്രപ്പോർഷൻ ഓഫ് ദ ലിറ്ററേറ്റ് പ്രപ്പോർഷൻ ഈസ് ദ 7 ആൻഡ് എബോ ഏജ് ഗ്രൂപ്പ്. അതായത് 7 വയസ്സിന് മുകളിൽ എത്ര പേർക്ക് ലിറ്ററസി ഉണ്ട് നോക്കും. നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ എന്ന് പറയുന്നത് 14നും 15നും ഇടയ്ക്ക് 14നും 15നും ഇടയ്ക്ക് എത്ര കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്കൂളിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കും. അതേപോലെയാണ് നമ്മൾ ഈ കാര്യം. ഇനി ഇവിടെ മക്കളെ നോക്കിക്കേ,
3 സ്റ്റേറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറിയാം, ഗ്രീൻ ഹരിയാന, ഓറഞ്ച് കേരള ആൻഡ് ബീഹാർ. സോ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ഏറ്റവും കൂടുതൽ ശിശു മരണ നിരക്ക് ഉള്ളത് എവിടെയാണ്? നമ്മുടെ ബീഹാറിലാണ്. ദെൻ ഹരിയാന. നമ്മൾ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു, പെർ ക്യാപിറ്റ ഇൻകം വളരെ കൂടുതൽ ഡെവലപ്മെന്റ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് എന്ത്, ഹരിയാന എന്ന് പറഞ്ഞു. അറ്റ് ദ സെയിം ടൈം അവിടെ എന്താ, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാണ്. സോ മിസ് പറഞ്ഞത് ഇവിടെ ഇതാണ്, പെർ ക്യാപിറ്റ ഇൻകം വെച്ചിട്ട് ഒരിക്കലും ഒരു കൺട്രീന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഒരു ഏരിയയിലെ എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല, ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഒബ്വിയസ്ലി ഹരിയാനയിൽ ഇത്രത്തോളം പെർ ക്യാപിറ്റ ഇൻകം കൂടുതലാണെങ്കിൽ, അഡ്വാൻസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ, ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്, ഒബ്വിയസ്ലി ആണ്, അതുകൊണ്ടാണ് പെർ ക്യാപിറ്റ ഇൻകം കൂടുതൽ. ദെൻ വൈ അവിടെ എന്ത് സംഭവിക്കുന്നു, നമ്മളെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണ നിരക്ക് കൂടുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, കേരളത്തിൽ പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ സമയത്ത് കേരളം 2nd പൊസിഷനിലായിരുന്നു. പക്ഷേ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിൽ കേരളം 3rd പൊസിഷൻ മോശമല്ല. കേരളത്തില് ശിശു മരണ നിരക്ക് വളരെ കുറവാണ്. അതായത് ഒരു വയസ്സിന് മുന്നേ കുട്ടികൾ മരണപ്പെടുന്നത് വളരെയധികം കുറവാണെന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം നോക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നേരത്തെ പറഞ്ഞാൽ ഹരിയാന ആയിരുന്നു കൂടുതൽ. പക്ഷെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിൽ എന്ത് സംഭവിച്ചു, ഹരിയാനയിൽ കൂടുതൽ ശിശുക്കൾ മരണപ്പെടുന്നു. ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് എവിടെയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബീഹാറിലാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെ അടുത്ത് നോക്കിക്കാം, ഹരിയാന ഹാസ് ഹയസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം ബട്ട് ഇറ്റ്സ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് ഓൾസോ ഹൈ. അതെന്താണ്, ഏറ്റവും കൂടുതൽ എന്ത് ലഭിക്കുന്നത്, പെർ ക്യാപിറ്റ ഇൻകം ഉള്ളത് ഹരിയാനയിലാണ്. അറ്റ് ദ സെയിം ടൈം അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും എന്താണ്, കൂടുതലാണ്. അതാണ് നമ്മൾ ഇവിടെ നോക്കിയത് അല്ലെ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത് നമ്മൾ എന്താ പറയുന്നത്, ഇവിടെ നമ്മൾ നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ പറയുന്നത്. നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ അതായത് 14-15 ആ ഒരു ഏജ് ഗ്രൂപ്പിനിടയിലെ കുട്ടികളാണ്. സോ ആസ് കമ്പയർഡ് ടു കേരള, ഹരിയാന നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ ഈസ് ഓൾസോ ലോ. ഹരിയാനയിലെ നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ എന്താണ്, കുറവാണ്. ബീഹാറിൽ നല്ല രീതിയിൽ കുറവാണെന്നാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് എവിടെയാണ്, നമ്മുടെ കേരളത്തിലാണ്. ദെൻ ഇവിടെ നോക്കിക്കേ, ബീഹാർ ഈസ് നോട്ട് ഓൺലി ലോ ഓൺ പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകത്തിൽ മാത്രമല്ല ബീഹാർ കുറവുള്ളത്, ബട്ട് ഓൾസോ ഹാസ് ഹൈ IMR എന്ന് പറയുന്നത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാണ്. അതേപോലെ തന്നെ നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ എന്താണ്, സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. എവിടെ, നമ്മുടെ ബീഹാറില്. പക്ഷെ കമ്പയർ ടു കേരള എന്താണ്, അതൊന്നുമില്ല അല്ലെ. കമ്പയർ ടു കേരള എന്താണ്, അവരൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട്. ഹരിയാന has the highest per capita income but its infant mortality rate is also high. ഇതിന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഹരിയാനയിൽ എന്താ, പെർ ക്യാപിറ്റ ഇൻകം കൂടുതലാണ്. അറ്റ് ദ സെയിം ടൈം അവിടുത്തെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണ നിരക്കും വളരെയധികം കൂടുതലാണ്. ആസ് കമ്പയർഡ് ടു കേരള, ഹരിയാന നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ ഈസ് ഓൾസോ ലോ. എന്താണ്, ഈ കേരളവുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ എന്താ, അതും എവിടെയാണ്, ഹരിയാന ആണ് കൂടുതൽ. ദെൻ ബീഹാർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ കാര്യത്തിൽ കുറവാണ്, നെറ്റ് അറ്റൻഡൻസ് റേഷ്യോയിലും കുറവാണ്. അതേപോലെ തന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കൂടുതൽ, ശിശുക്കൾ മരണപ്പെടുന്നത് ബീഹാറിലാണെന്നാണ് പറഞ്ഞു വരുന്നത്. സോ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ്, HDI എന്ന് പറയുന്നത് എന്താ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. സോ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഇവിടെ എന്തൊക്കെ നോക്കും, ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്, എഡ്യൂക്കേഷൻ, പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ ഇതിനകത്ത് വരും. സോ ഇവിടെ നോക്കിക്കേ, HDI is the average achievement in key dimensions of human development. So നമുക്കറിയാം, to measure a long and healthy life, നമുക്കൊരു ലോങ് ആൻഡ് ഹെൽത്തി ലൈഫിന് മെഷർ ചെയ്യാനാണ് ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ആൻഡ് എഡ്യൂക്കേഷൻ നമുക്കറിയാം, എത്രത്തോളം പീപ്പിളിന് എഡ്യൂക്കേഷൻ എന്താണ്, അതിന്റെ കാപ്പബിലിറ്റീസ് ഉണ്ടെന്ന് മെഷർ ചെയ്യുന്നു. ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം ടു മെഷർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അവരെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർ ക്യാപിറ്റ ഇൻകം നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഇവിടെ നോക്കിക്കുക, ഇതും സെയിം തന്നെയാണ് നമ്മൾ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് ഡിനോട്ട്സ് ആവറേജ് എക്സ്പെക്ടഡ് ലെങ്ത് ഓഫ് ലൈഫ് ഓഫ് എ പേഴ്സൺ അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. ജനനം മുതൽ എത്ര ഒരു ലൈഫ് എക്സ്പെക്ടൻസി അവർക്കുണ്ട്, ആയുർദൈർഘ്യം എന്ന് നമ്മൾ പറയും. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എത്ര കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, അതേപോലെ എക്സ്പെക്റ്റഡ് ഇയറിൽ എത്രത്തോളം സ്കൂളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചിൽഡ്രൻസ് സ്കൂളിൽ എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മൾ നോക്കും. ദെൻ പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡോളേഴ്സ് ഫോർ ഓൾ കൺട്രി സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി കമ്പയർഡ്. സോ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ ഇവിടെ പറയുന്നത്. ദെൻ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്റെ മക്കൾ ഇവിടെ നോക്കിക്കേ, ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ് ഉണ്ടാവുന്ന സമയത്ത് അതിന്റെ
ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് ആണ് നോക്കുന്നത്. സോ എന്താണ് ലോങ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ലൈഫ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കൺട്രിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. നോളജ് ഉണ്ടായിരിക്കണം. നോളജ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്ടഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, എത്ര പേര് അടുത്ത ഇയേഴ്സിൽ സ്കൂളിൽ പോകും, ദെൻ മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, കറന്റ് എത്ര കുട്ടികൾ പോകുന്നുണ്ട്, എ ഡീസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നത് GNI ആണ്. GNI പെർ ക്യാപിറ്റ ആണ് പറയുന്നത്. സോ ഇതൊക്കെ എന്താണ്? ഡയമെൻഷണൽ ഇൻഡെക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലൈഫ് എക്സ്പെക്ടൻസി ഇൻഡെക്സ്, എഡ്യൂക്കേഷൻ ഇൻഡെക്സ് ആൻഡ് GNI ഇൻഡെക്സ്. ഇതെല്ലാം നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വരുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് ബൈ UNDP. UNDP ആണ് നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. സോ അതിൽ ഓരോ കൺട്രി HDI വാല്യൂ വെച്ചിട്ട് ഓരോ കൺട്രിയും ഇങ്ങനെ റാങ്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ 189 കൺട്രീസിൽ നമ്മൾ ഏത് റാങ്കിലാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ HDI ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഫോർ എ കൺട്രി. ഈ ഏത് ഏരിയയിലാണ് കൺട്രി കൂടുതൽ ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് HDIയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ മക്കളെ നോക്കിക്കേ, HDIന്റെ റിപ്പോർട്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിൽ ഫസ്റ്റ് പൊസിഷനിലുള്ള നമ്മുടെ നോർവേ, ദെൻ സ്വിറ്റ്സർലൻഡ്, USA, ജപ്പാൻ, ശ്രീലങ്ക, ചൈന. അത് 1, 2 എന്നല്ല. ഫസ്റ്റ് പൊസിഷനിൽ നോർവേ ആണ്, സെക്കൻഡ് സ്വിറ്റ്സർലൻഡ്, 17th പൊസിഷനിൽ USA, 19th റാങ്കിൽ ജപ്പാൻ, 72 ശ്രീലങ്ക, ചൈന 85, ഭൂട്ടാൻ 129. ദെൻ ഇന്ത്യ ഏത് പൊസിഷനിലാണ്? 131. 131ാമത്തെ റാങ്കാണ് ആർക്കുള്ളത്? നമ്മുടെ ഇന്ത്യക്ക് ഉള്ളത് കേട്ടോ. അപ്പൊ മക്കളെ അടുത്ത നമുക്ക് പോയാലോ? Can development be sustained forever? ആണോ? നോക്കല്ലേ. ഡെവലപ്മെന്റ് കൺസ്യൂം റിസോഴ്സ് ഓഫ് ദ നാഷൻ. സോ നമ്മളൊരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവിടുത്തെ നാഷണൽ റിസോഴ്സസ് കൺസ്യൂം ചെയ്തിട്ടാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. ഓവർ കൺസംപ്ഷൻ വിൽ എക്സോസ് ദ അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ. സോ നമ്മൾ വീണ്ടും 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 എന്ത് ചെയ്യാണ്? ഓവറായിട്ട് ഇതൊക്കെ എന്ത് ചെയ്യാണ്? കൺസംപ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എല്ലാ സംഭവങ്ങളും എന്ത് ചെയ്യും? വിൽ എക്സോസ്റ്റ്. സോ നമുക്ക് നമുക്ക് ലഭ്യമായ അവൈലബിൾ ആയിട്ട് സംഭവങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി നമുക്കൊന്നും മാറ്റി വെക്കാനോ അവർക്കൊന്നും ലഭ്യമാകാത്ത ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. സോ അവിടെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന വാക്ക് വരുന്നത്. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് വിത്തൗട്ട് കോംപ്രമൈസിംഗ് ദ അബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദർ ഓൺ നീഡ്സ്. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡെവലപ്മെന്റ്. അതും ഒരു ഡെവലപ്മെന്റ്. സോ എന്താണ് ഇവിടെ പറയുന്നത്? പ്രസന്റ് ജനറേഷന്റെ നീഡ്സും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്ത് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ ഫ്യൂച്ചർ ജനറേഷൻ, ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ടുള്ള അവരെ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാതെ മുന്നോട്ട് നമ്മൾ പോകുന്നതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇങ്ങനെ കൃത്യമായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലൂടെ പോയാൽ മാത്രമേ നമുക്ക് ഇപ്പോഴുള്ള റിസോഴ്സസും കാര്യങ്ങളൊക്കെ ഫ്യൂച്ചർ ജനറേഷനും കൂടി ലഭ്യമാവുകയുള്ളൂ. ഓക്കെ അല്ലേടാ മക്കളെ? ഈ ഒരു ചാപ്റ്ററിലെ 8 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് മിസ്സിന് കാണിക്കാൻ പോകുന്നത്. എന്റെ മക്കൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ഈ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഒക്കെ മിസ് ഇന്നത്തെ നമ്മുടെ കോൺസെപ്റ്റ് റിവിഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. എക്സാംസും കാര്യങ്ങളും വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. അടുത്ത കോൺസെപ്റ്റ് റിവിഷനിൽ പുതിയൊരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.